കർത്താവിൽ പ്രിയരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ പുതിയ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തോടെ തന്നെ ഈ ദിവസം ആരംഭിക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യം വായിക്കട്ടെ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം കൂടി വായിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ചിലപ്പോഴൊക്കെയെങ്കിലും ഏതൊരാളും ഇങ്ങനെ ചിന്തിച്ചു പോകും, അതായത് ദൈവം പോലും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ, എൻ്റെ ഭാവി, എൻ്റെ തലമുറയുടെ ഭാവി, എൻ്റെ കുടുംബത്തിൻ്റെ അനുദിന ജീവിത ഭാരങ്ങൾ, ഇതൊന്നും ദൈവം അറിയുന്നില്ലയോ എന്നൊക്കെയാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ ചോദിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നത്? ശരിയായിട്ടും അതിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം തലയിലെ മുടി എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു ശാസ്ത്രജ്ഞനെക്കുറിച്ചും ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും മുടിയുടെ എണ്ണം പോലും ദൈവത്തിനറിയാം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തിരുവചനം പറയുന്നത്, നിങ്ങളുടെ തലയിലെ മുടികളും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ഇത്രമാത്രം സൂക്ഷ്മതയോടെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമുക്ക് വേണ്ടത് തക്ക സമയത്ത് നൽകുകയും ചെയ്യുന്ന ദൈവത്തെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. തീരെ നിസാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ ചിന്തയിലുണ്ട് എന്നുള്ളത് ചിലപ്പോഴെങ്കിലും അല്പം വൈകി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. പെട്ടെന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അവിചാരിതമായി നേരിടേണ്ടി വരുന്ന ചില പ്രതികൂലങ്ങൾ, ചില നഷ്ടങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ ദൈവത്തെ സേവിച്ചിട്ടും ദൈവത്തെ സ്നേഹിച്ചിട്ടും ദൈവനാമത്തിനു വേണ്ടി നിന്നിട്ടുമൊന്നും എൻ്റെ ജീവിതത്തിൽ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ. അമേരിക്കയിലുള്ള ഒരു സഭ ചൈനയിൽ പ്രവർത്തിക്കുന്ന ചില അനാഥ മന്ദിരങ്ങളിലേക്ക് വർഷം തോറും സമ്മാനങ്ങൾ അയക്കുക പതിവാണ്. അമേരിക്കയിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും അനേക ഇടങ്ങളിലേക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ അയക്കാറുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ. ഇങ്ങനെ ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ച ആ പ്രസ്തുത സഭ സമ്മാനങ്ങൾ അയക്കുമ്പോൾ വയോധികനായ ഒരു മരപ്പണിക്കാരനും ഈ സംരംഭത്തിൽ പങ്കാളിയാകുമായിരുന്നു. അദ്ദേഹമായിരുന്നു സാധനങ്ങൾ അയക്കുന്ന വീഞ്ഞപ്പെട്ടികൾ ഉണ്ടാക്കിയിരുന്നതും സമ്മാനങ്ങൾ നിറച്ച് അത് ആണിയടിച്ച് ഭദ്രമാക്കുന്നതും. കാര്യങ്ങൾ എല്ലാം ഭംഗിയായി നിർവഹിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അദ്ദേഹം ഭവനത്തിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ബോധ്യപ്പെട്ടത്, തൻ്റെ വിലപ്പെട്ട കണ്ണട നഷ്ടപ്പെട്ടുവല്ലോ എന്ന്. തനിക്ക് നേരിട്ട നഷ്ടം തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ഏതായാലും ഇത് ശരിയായില്ലല്ലോ ദൈവമേ എന്ന് ദൈവത്തോട് പരാതിയും പറഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ചൈനയിൽ നിന്നും ഒരു മിഷണറി അമേരിക്ക സന്ദർശിച്ചു. ചൈനയിൽ താൻ നടത്തിയിരുന്ന അനാഥ മന്ദിരങ്ങളെ സഹായിച്ചിരുന്ന അമേരിക്കൻ സഭകളെ കണ്ട് അവരോട് നന്ദി പറയാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അനാഥ കുട്ടികൾക്കായിട്ട് ഇവർ അയച്ചു കൊടുത്ത വിലപ്പെട്ട സമ്മാനങ്ങൾക്ക് വളരെ നന്ദി പറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം. തുടർന്ന് അദ്ദേഹം തൻ്റെ കയ്യിലെ കണ്ണട ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കുട്ടികൾക്ക് സമ്മാനങ്ങൾ അയക്കുക മാത്രമല്ല, ഇപ്രാവശ്യം ആരോ ഒരു കണ്ണട കൂടി പെട്ടിക്കുള്ളിൽ വെച്ചിരുന്നു. നിങ്ങൾ അയച്ച സമ്മാനപ്പൊതികൾ എത്തുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിരോധികൾ ഞങ്ങളുടെ അനാഥശാല നശിപ്പിച്ച കൂട്ടത്തിൽ എൻ്റെ കണ്ണടയും നഷ്ടപ്പെട്ടു. രാത്രികാലങ്ങളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ദൈവമേ, അപൂർവമായ കാഴ്ചശക്തിയുള്ള എൻ്റെ ആ കണ്ണട നഷ്ടപ്പെട്ടു പോയല്ലോ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദിവസങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ സമ്മാനപ്പെട്ടി അവിടെ എത്തുന്നത്. ഓരോ സമ്മാനപ്പൊതികളും എടുത്തു മാറ്റുന്നതിനിടയിൽ എനിക്ക് ഏറ്റവും അനുയോജ്യമായ ഈ കണ്ണടയും എനിക്ക് ലഭിച്ചു. എനിക്ക് നഷ്ടപ്പെട്ടത് ദൈവം എനിക്ക് മടക്കി തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒടുവിലായി ഈ കണ്ണട നഷ്ടപ്പെട്ട മരപ്പണിക്കാരൻ എഴുന്നേറ്റ് നിന്ന് തനിക്കെങ്ങനെയാണ് കണ്ണട നഷ്ടപ്പെട്ടത് എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെ തുടർന്നു, ഞാൻ അന്ന് പരിഭവിച്ചു, എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് അബദ്ധമായിരുന്നില്ല, ദൈവിക കരുതലിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു അതെന്ന്. ചൈനീസ് മിഷണറിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിലപ്പെട്ട മറുപടിയായിരുന്നു തനിക്ക് ലഭിച്ച കണ്ണട. അദ്ദേഹം മുഴങ്കാലുകളിലിരുന്ന് ദൈവത്തിന് നന്ദി കരയറ്റിക്കും. ഒരു കാര്യം കൂടി ബോധ്യമാക്കട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി ആവരിപ്പിക്കുന്ന നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്ന് നേരിടുന്ന സങ്കടങ്ങൾ നാളെ നിങ്ങളുടെ സന്തോഷത്തിന് വഴിമാറും. അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കുവാൻ ദൈവം വിശ്വസ്തൻ.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കരുതൽ തിരിച്ചറിയത്തക്കവണ്ണം നൽകപ്പെടുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ടും സ്തോത്രം. അങ്ങയെ ആഴമായി വിശ്വസിപ്പാനും അങ്ങയെ പിൻപറ്റുവാനും ഞങ്ങളെ പിന്നെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.